ഞാൻ ഇന്നിവിടെ അറിയലത് നീലേശ്വരത്തിൻ്റെ അടുത്ത് എരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ എരിക്കുളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ മൺപാത്രത്തിന് പേരുകേട്ട സ്ഥലമാണ് ഈ എരിക്കുളം. അപ്പം എനിക്ക് മുമ്പേ ഒരു ആഗ്രഹമുണ്ടല്ലോ ഈ മണ്ണിൻ്റെ പാത്രമെല്ലാം എങ്ങനെ ആക്കലെന്നൊന്ന് കാണണമെന്ന്. അങ്ങനെ എരിക്കുളത്തേക്ക് മൺപാത്രം എങ്ങനെ ആക്കുന്നതെല്ലാം കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഈ മണ്ണിനുണ്ട് കേട്ടോ പ്രത്യേകത. ഇത് മറ്റേ കണ്ടത്തുനിന്ന് കുഴിച്ചിട്ടെടുക്കുന്ന മണ്ണുമാണ്. അതുകൂടാണ്ട് വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ മണ്ണെടുക്കാൻ തുടങ്ങലെന്നാണ് പറയുന്നത്. ആ ഒരു മണ്ണെടുത്താൽ അത് ഒരു കൊല്ലത്തേക്കുള്ള മണ്ണ് ഒന്നിച്ചെടുക്കും. അങ്ങനെ എടുത്ത മണ്ണ് ഒരു മഴക്കാലമെല്ലാം കഴിയുമ്പോൾക്ക് ഇവർക്ക് അന്ന് കലാക്കേണ്ട രീതിയിൽ സെറ്റായിട്ട് വരുന്നതാണ് പറഞ്ഞത്. ആ മണ്ണാണ് ഇപ്പോൾ കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തത്. ഇപ്പം മെഷീനിലാണ് മണ്ണ് കുഴക്കുന്നത്. മുമ്പേ ഏകദേശം 4 മണിക്കൂർ കൈകൊണ്ട് കുഴച്ചിട്ടാണെങ്കിലും ഈ മണ്ണ് ഈ രീതിയിലാക്കി എടുക്കൽ. അങ്ങനെ നമ്മൾ അജയേട്ടനാണ് ഈ മണ്ണെല്ലാം കുഴച്ചിട്ട് റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ ലീലേച്ചി ഇനിയിപ്പോൾ ഇത് ഈ മണ്ണുകൊണ്ട് പാത്രം മെനഞ്ഞെടുക്കും. അപ്പോൾ പാത്രം മെനയുന്നത് ലീലേച്ചിയാണ്. മുമ്പേല്ലാം മണ്ണിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ എരിക്കുളത്തെ കലം മാത്രമാണ്. വേറെ പുറത്തുനിന്ന് അങ്ങനെ മണ്ണിൻ്റെ പാത്രം വരലോ അത് വാങ്ങലോ ഒന്നുമില്ല. എരിക്കുളത്തെ കലം ഓരോ സീസണിൽ ഇവർ വീട്ടിലെല്ലാം കൊണ്ടുവരും. എൻ്റെ ഓർമ്മയിൽ എരിക്കുളത്തെ കലം മേടിക്കുന്ന വെച്ചാൽ വിഷുവിൻ്റെ സമയത്ത് കണി വെക്കാൻ വേണ്ടിയിട്ട് കണിച്ചട്ടി മേടിക്കില്ല. അതെപ്പോൾ എനിക്കൊരു ഭയങ്കര ഓർമ്മയാണ്. അങ്ങനെ ലീലേച്ചി നല്ല ഭംഗിയായിട്ട് കലം മെനയുന്നുണ്ട്. ഇപ്പോൾ ഈ മൺപാത്രം ആക്കലെന്ന് വെച്ചാൽ ഇവരെ കുലത്തൊഴിലാണ്. മുമ്പേ ഈ ഭാഗത്ത് മിക്കവാറും എല്ലാവരും ഈ പാത്രത്തിൻ്റെ പണി തന്നെ എടുക്കലാന്ന് പോലും ഉണ്ടായിന്. ഇപ്പം വളരെ കുറവാണെന്നാണ് പറയുന്നത് മണ്ണിൻ്റെ പാത്രത്തിൻ്റെ പണി എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കതാ ലീലേച്ചിയുടെ കയ്യിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒരു പാത്രം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇത് ഭയങ്കര എളുപ്പമാണ്. കറങ്ങുന്നിടത്ത് ഇങ്ങനെ വെറുതെ കൈ വെച്ച് കൊടുത്താൽ ഒരു പാത്രമായി കിട്ടുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല കഴിവ് വേണം, അതുപോലെ ക്ഷമയും വേണം. നല്ല എന്നാ പറയേണ്ടത്, അത്രയും കഴിവുണ്ടെങ്കിലേ ഈ മണ്ണോണ്ടൊരു പാത്രം ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും. ഇവർ ഈ മണ്ണിൻ്റെ പാത്രം മെനയുമ്പം അങ്ങനെ അധികം സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. അത് എടുക്കുന്ന സാധനങ്ങൾ നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം മാത്രം. അതായത് പ്ലാവിൻ്റെ ഇല, പിന്നെ മണ്ണ്, വെള്ളം, അങ്ങനെയല്ലോ. അങ്ങനെ നോക്കി നിൽക്കിയത് ഒരു കലമായി. ഇപ്പോൾ കലമായി എന്നൊന്നും പറഞ്ഞുകൂടാ, ആവാൻ പോകുന്നത് ഇനിയും എത്രയോ പണിയുണ്ട് കേട്ടോ ഇനി. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നല്ലൊരു പാത്രത്തിൻ്റെ ഷേപ്പായില്ലേ ഇപ്പോൾ ഇനി. അപ്പോൾ ഈ ഒരു കൊഴിച്ച മണ്ണുകൊണ്ട് ലീലേച്ചി കുറേ പാത്രമാക്കി. ഇപ്പോൾ ലീലേച്ചി പാത്രമാക്കി കഴിഞ്ഞപാട് ഞാൻ വിചാരിച്ചു പിന്നെ വേഗം ഞാനും ഒരു പാത്രമാക്കി നോക്കാം. ഇത് കറങ്ങുന്നെല്ലാം കാണുമ്പോൾ തോന്നുന്നു ഇപ്പം ശരിയാവുന്നു. ഞാനിതാക്കാൻ നോക്കിയിട്ട് എന്നാന്ന് പറഞ്ഞാൽ അടപടലം തോറ്റുപോയി എന്നെല്ലാം പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ ലീലേച്ചി ആക്കി വെച്ച പാത്രം ഉണക്കാൻ വെക്കാൻ നോക്കുമ്പോൾ അതിന് നല്ലൊരു കഴിവാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയല്ലോ എനിക്ക് എടുക്കാൻ കിട്ടി. ഇനിയിപ്പോൾ ഈ ആക്കിയ പാത്രമല്ലേ കുറച്ച് നേരം വെയിലത്ത് വെക്കണം, എന്നിട്ട് വേണം ഇനി ഇതിൻ്റെ ബാക്കി പണിയെടുക്കാൻ. അപ്പോൾ ലീലേച്ചി ആക്കിയ പാത്രമല്ല ഇനിയിപ്പം അജയേട്ടൻ ആദ്യം ഷെയ്പ്പാക്കി ഇതിനൊരു ഓട്ടയില്ലേ അതെല്ലാം അടക്കണം. അപ്പോൾ അത് അടക്കുന്ന വെച്ചാൽ കരിങ്കല്ലുണ്ട് ചെറിയ നല്ല ഷേപ്പിൽ കല്ല്. ആ കല്ല് ഈ അടിഭാഗത്ത് കയ്യിൽ പിടിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒരു പലക കൊണ്ടാണ് അടിച്ച് ശരിയാക്കുന്നത്. പലക എന്ന് പറഞ്ഞാൽ അത് പ്ലാവിൻ്റെ പലകയാന്ന് പോലും. അപ്പോൾ അതിനോട് അടിച്ചടിച്ചിട്ട് ആ ഹോൾസ് ഇങ്ങനെ അടച്ചു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു എളുപ്പപ്പണി പോലെ തോന്നുന്നില്ല. പക്ഷേ ഇതൊരിക്കലും ഒരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പണിയല്ല. അത് നല്ല കഴിവും അതുപോലെ ക്ഷമയും വേണം ഇതാക്കാനും. അപ്പോൾ ഈ മരവും കല്ലും എല്ലാം വെച്ച് തട്ടി ശരിയാക്കിയിട്ട് പിന്നെ എന്നാക്കുന്നത് വെച്ചാൽ ഒരു ചിരട്ട എടുത്തിട്ട് ഒന്നും കൂടെ നല്ല ഷേപ്പാക്കും ഈ പാത്രത്തിന്. ഉള്ളിൽ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ഉന്തിയിട്ട് കണ്ടോ നല്ല ഷേപ്പാവുന്നുണ്ട് കലത്തിന്. അപ്പോൾ ഉള്ളിലാക്കിയ പോലെ പുറത്തും ചിരട്ട കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേഗമാവുന്ന പണിയല്ല കേട്ടോ. കുറച്ച് നല്ലോണം സമയമെടുത്ത് ക്ഷമയോടെ ചെയ്തിട്ടാണ് ഈ ഒരു പണിയും തീർക്കുന്നത്. അങ്ങനെ അജയേട്ടൻ ഷേപ്പാക്കിയ കാലത്തിന് ഇനി നമ്മളെ ഇന്ദിരേച്ചിയുടെ വക വേറെയും കുറച്ച് പണിയുണ്ട്. ആദ്യം ഇതിനൊന്നും കൂടെ മിനുക്കാനുണ്ട്. അതായത് ഇനി എന്തെങ്കിലും ഓട്ടയോ പണ്ട് കണ്ണരിപ്പാന്നെല്ലാം പറയില്ല കാലത്തിന്, അതെല്ലാം ഉണ്ടോയെന്നെല്ലാം നോക്കിയിട്ട് അതെല്ലാം ഒന്ന് ശരിയാക്കുന്ന പരിപാടിയാണ് ഇന്ദിരേച്ചിയാക്കുന്നത്. അത് ഇതേപോലെ തന്നെ മരവും ചിരട്ടിയും പിന്നെ പ്ലാവിൻ്റെ ഇലയും അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒന്ന് അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഫിനിഷിങ് ആക്കുന്നത്. നേരത്തെ പോലെ തന്നെ ചിരട്ട കൊണ്ട് ഉരച്ച് നല്ല ഷേപ്പാക്കും. പിന്നെ പ്ലാവിൻ്റെ ഇല കൊണ്ടും ഉരച്ചു. അങ്ങനെ ഉരച്ചിട്ടെല്ലാം കൂടെ ആകുമ്പോൾ ഒരു കളർ റെഡിയായി. കളർ റെഡിയായി എന്ന് പറഞ്ഞുകൂടെ. ഇനി ഒന്നും കൂടെ വെയിലത്ത് ഉണക്കണം. വെയിലത്ത് ഉണക്കിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചൂളയിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ചുട്ടെടുത്തിട്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കലം കിട്ടൽ. അപ്പോൾ ഇതാക്കിയപാട്
ചുടൂല എന്നാണ് പറഞ്ഞത്. അത് 1-2 മാസമെല്ലാം കഴിഞ്ഞിട്ട് കുറേ കാലമെല്ലാമായിട്ടാകുമ്പോൾ ഒന്നിച്ചാന്ന് പോലും ചുട്ടെടുക്കൽ. അപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ചുട്ടെടുക്കുന്ന കലം.